മഹാനായ ബൂസൈരി ഇമാമിൻ്റെ ഖബറും അതിനോട് ചേർന്നുള്ള പള്ളിയുമാണ് ഈ കാണുന്നത്. അതേ പള്ളിയുടെ തൊട്ട് പിന്നിൽ മറ്റൊരു മക്കാമും അതിഗംഭീരമായിട്ടുള്ള ഒരു പള്ളിയും കുബ്ബയും കാര്യങ്ങളൊക്കെ കാണാം. പലപ്പോഴും ഇവിടെ വരുന്നവർക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ട്. ലോകപ്രസിദ്ധനായ ഇമാം ബൂസൈരി റഹ്മത്തുള്ളാഹി അലൈഹിൻ്റെ പള്ളിയും ഇതൊക്കെ ചെറുതും അതിന് തൊട്ട് പിന്നിലുള്ള ഈ ഒരു മഹാൻ്റെ വലിയ പള്ളിയും വലിയ പരിഗണനയും കാര്യങ്ങളും. ആരാണ് ഇമാം ബൂസൈരി റഹ്മത്തുള്ളാഹി അലൈഹിയേക്കാൾ പരിഗണന കിട്ടുന്ന ഈ ഒരു മഹാനെ എന്ന് ചോദിച്ചാൽ മറ്റാരുമല്ല, അതേ ബൂസൈരി ഇമാമിൻ്റെയും അതേപോലെ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി, അതേപോലെ അജ്സ് ഇബ്നു അബ്ദുസ്സലാം, ഇബ്നു അബി ഷാമ തുടങ്ങിയ ഉന്നതരായ മഹാന്മാരുടെയൊക്കെ ഷെയ്ഖായിട്ടുള്ള സീദി അബുൽ അബ്ബാസ് അൽ മുർസി എന്ന് പറയുന്ന മഹാൻ്റെ ഖബറാണ്. അതായത് ഷെയ്ഖിൻ്റെ ഖബറും പള്ളിയുമാണ് ഈ കാണുന്നത്. ഷാദുലി ഇമാമിൻ്റെ പ്രധാന ശിഷ്യനായിരുന്നു. അതേപോലെ ഷാദുലി തരീഖത്തിലെ രണ്ടാമൻ എന്നൊക്കെ രീതിയിലാണ് അവർ അറിയപ്പെടുക. അതുപോലെ തന്നെ ടുണീഷ്യയിൽ നിന്ന് ഷാദുലി ഇമാമിൻ്റെ കൂടെ തന്നെ ഈജിപ്തിലേക്ക് വന്നൊരു മഹാൻ കൂടിയാണ്. അത് മാത്രമല്ല കേട്ടോ, ഇവർക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും നീളം കൂടിയ സഹാബിയായിരുന്നു ഖൈസ് ബിൻ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു. മഹാനായ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹുവിൻ്റെ മകനായ ഖൈസ് എന്നവർ, അവരുടെ പരമ്പരയിലാണ് ഈ ഒരു മഹാൻ വരുന്നത്. ഇവരുടെ നോട്ടത്തിനും സംസാരത്തിനൊക്കെ ഭയങ്കര അസറായിരുന്നു എന്നാണ്. കാരണം ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരിയൊക്കെ ഒരു കാലത്ത് സൂഫിനെയും സൂഫിസത്തിനൊക്കെ എതിർത്ത് അതൊക്കെ തട്ടിപ്പാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളായിരുന്നു ആദ്യകാലത്ത്. പിന്നീട് അവരോട് ആരോ പറഞ്ഞു അബുൽ അബ്ബാസ് മുർസി ഒന്ന് പോയി കണ്ടു നോക്കി, അവർ പറഞ്ഞൊന്ന് കേട്ടു നോക്കി, ഞാൻ തട്ടിപ്പാണെന്ന് അവിടുന്ന് പറയല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ ഇവരുടെ അടുത്ത് വരികയും ഇവരുടെ ഒരു പ്രഭാഷണം കേട്ടിട്ട് എന്ത് ചെയ്തു, അവർക്ക് മനമാറ്റം ഉണ്ടാവുകയും പിന്നീട് തസൗഫിൻ്റെ ലോകത്തിന് വലിയൊരു സൂഫിയായി മാറുകയും ചെയ്തതാണ്. ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഹൈക്കം പോലുള്ള ഒരു ഗ്രന്ഥമൊക്കെ എഴുതിയിട്ടുള്ള ഒരു മഹാനാണ്. അപ്പോൾ ഇവരുടെ സംസാരത്തിനും നോട്ടത്തിനൊക്കെ ഭയങ്കര അസറായിരുന്നു അത്ര. അപ്പോൾ ഇവരാണ് അബുൽ അബ്ബാസ് അൽ മുർസി എന്ന് പറയുന്ന മഹാൻ.